വടകരയിൽ സ്ഥാപിതമായ ഈ ഒരു 12,000 സ്ക്വയർ ഫീറ്റിൽ അടങ്ങിയിരിക്കുന്ന വലിയ റെസ്റ്റോറൻറ്റ്, കോഴിക്കോട് ജില്ലയിൽ തന്നെ കാണാത്തൊരു റെസ്റ്റോറൻ്റാണിത്. റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ഒരു പേരിലാണെങ്കിലും 5 തരം കൺസെപ്റ്റുകളായിട്ടാണ് ഈ വടകരക്കാർക്കും പരിസരവാസികൾക്കും നമ്മളിതിന് സമർപ്പിക്കുന്നത്. സമർപ്പണം 6 മാസം മുന്നേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഭാഗങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ആഴ്ചയിലാണ് അത് നമുക്ക് തുറന്നു കൊടുക്കാൻ യോഗ്യമാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പഴയ അറബിക് രുചികളുമായിട്ട് പുതിയ രൂപത്തിൽ ഷവായത്തിനെയും പുതിയ ട്രെൻഡിങ് ആൾക്കാരെ ആകർഷിക്കാൻ പാകത്തിന് 5 തരം വേറെ കൺസെപ്റ്റുകളുമായിട്ടാണ് നമ്മളിവിടെ ഷവായത്തിന ഉൾപ്പെടെ ബൊമ്പനാര കോഫി, ബൺ സ്റ്റേഷന്, അതുപോലെ ക്രീം ലെബൻ, അതുപോലെ റാഡിഷ് ഓർഗാനിക് എന്ന് പറഞ്ഞ ഈ 5 സംരംഭങ്ങളും ഒരു കുടക്കീഴിൽ വടകരക്കാർക്ക് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രുചിക്കൂട്ടുകൾ നമ്മൾ 25 വർഷങ്ങളായിട്ട് നമ്മൾ അറബി നാടുകളിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് സ്വന്തം നാട്ടിൽ ഇതിൻ്റെ അടിമിനിൽപ്പെട്ട ആരും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതെല്ലാം അവർ സ്വന്തം നാട്ടിലും സെർവ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വടകരക്കാർക്ക് ഏറ്റവും ഫുഡ് പ്രേമികളുള്ള വടകരക്കാർക്ക് നമ്മൾ തുറന്നു കൊടുക്കാൻ കാരണം. അപ്പം ഇതിൽ ഷവായത്തിന എന്ന് പറഞ്ഞത് ഫ്രഷ് ചിക്കനിൽ നമ്മളുടെ സ്വന്തം പ്രിപ്പറേഷനിലാണ് ഇതെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് പഴയ കുഴിമന്തി കാലഘട്ടം മുതൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് മലയാളികൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രൂപത്തിലേക്ക് അത് മസാലയായിട്ടും അറബിക് റൈസുമായിട്ട് വളരെ രുചികരമായിട്ട് അതിലേക്ക് അറേബ്യൻ ഷവർമയായിട്ടാണ് ഷവായത്തിനയുടെ തുടക്കം ഇക്കഴിഞ്ഞ ഞായറാഴ്ച ദിവസം നമ്മൾ ഓപ്പണാക്കി കൊടുത്തത്. അന്ന് അതിലും വലിയ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 കൺസെപ്റ്റുകളും നമ്മൾ 2 ദിവസം കൂടിയും കഴിഞ്ഞിട്ട്, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച മറ്റന്നാളത്തെ ദിവസം 19/12/2025 നമ്മൾ ഈ 4 സംരംഭങ്ങൾ ഇതേ പ്ലാറ്റ്ഫോമിലുള്ള 4 സംരംഭങ്ങളും കൂടിയിട്ട് വടകരക്കാർക്കും പരിസരവാസികൾക്കും നമ്മൾ തുറന്നു കൊടുക്കുന്നതാണ്. ഫുൾ വോളിയത്തിൽ 4 കൺസെപ്റ്റും കൂടി ഒരു കുടക്കീഴിൽ എന്ന് പറയുമ്പോൾ ഇത് 24 hours കോഫി ഷോപ്പാണ്. ഒരു കോഫി ഷോപ്പ് എന്നുള്ള പേരിലുപരി വൈവിധ്യമാർന്ന പല ഫുഡുകളുമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ബൊമ്പനാരോ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ സ്പെഷ്യാലിറ്റി കോഫിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഇൻ്റർ കോണ്ടിനെൻ്റൽ മെനു. ഇൻ്റർ കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞാൽ പല നാടുകളിലെയും വിവിധ തരം ഭക്ഷണങ്ങളാണ് അവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മളെ തന്നെ ഹാർവസ്റ്റിൽ നിന്ന് എടുത്ത ബീൻസിൽ നിന്ന് പൊടിച്ചുണ്ടാക്കുന്ന രുചികരമായിട്ടുള്ള കോഫികളും വൈവിധ്യമാർന്ന ഡിസൈനിൽപ്പെട്ട കോഫികളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ബൺ സ്റ്റേഷൻ എന്നുള്ള പേര് ഇന്ന് ഫേമസ് ആയിട്ടുള്ള മസ്ക ബണ്ണും അതിൻ്റെ വലിയ വേർഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏകദേശം 40 തരം പല ടൈപ്പിലുള്ള ബണ്ണും വെജിലും നോൺ വെജിലും എഗ്ലെസ്സും ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ട്രെൻഡിങ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീറ്റ് പ്രേമികൾ കൂടുതലാണെങ്കിലും ഒരു ഭാഗത്ത് സ്വീറ്റ് പ്രേമികൾ കുറഞ്ഞു വരുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ സ്വീറ്റ് പ്രേമികൾക്കായിട്ട് നമ്മൾ ക്രീം ഡി ലെബൻ എന്നുള്ള പേരിൽ ഇന്നത്തെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്രീം ലെബൻ്റെ ബേസ് ചെയ്തിട്ടാണ് ക്രിസ്മസ് കേക്കുകളും ബർത്ത്ഡേ കേക്കുകളും ഇവൻറ്റുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഈ കുടക്കീഴിൽ കിട്ടുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സുപരിചിതമല്ലാത്ത ഒരു ഡയറ്റ് പ്ലാനുമായിട്ടാണ് നമ്മൾ ഭക്ഷണ ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ ലോ കലോറി ഭക്ഷണങ്ങളും ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ന്യൂട്രീഷനും നമ്മളുടെ ഡോക്ടറും ഉൾപ്പെട്ടിട്ട് അത് ഭക്ഷണത്തിലൂടെ തടി എങ്ങനെ കുറക്കാം, നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാതെ തടി കുറക്കാൻ എന്നുള്ളതിനാട്ടിലും കൂടുതൽ നമ്മൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ തടി കുറക്കാം, അതിൻ്റെ കൺസിസ്റ്റൻസി പ്രകാരമുള്ള ഭക്ഷണം നിങ്ങളുടെ വീട്ടുമുറ്റത്തിലേക്ക് രാവിലെ തന്നെ നിങ്ങൾ എണീക്കുന്നതിൻ്റെ സൺറൈസിൻ്റെ മുന്നേ തന്നെ ഡെലിവറി ചെയ്യുന്നൊരു പദ്ധതിയാണ് റാഡിഷ് ഓർഗാനിക് എന്ന് പറഞ്ഞത്. കോഴിക്കോട് എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അത് വടകരക്കാർക്ക് ഇതിൽ മസ്റ്റാണെന്നുള്ള ഉൾപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ റാഡിഷിൻ്റെത് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ്. നിങ്ങൾക്ക് മന്ത്ലി വീക്കിലി എല്ലാം പ്ലാൻ എടുക്കാം. അത് ഡോക്ടർ നിർബന്ധിത പ്രകാരം ആണ് നമ്മൾ ആ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡറുകളും
സ്വിഗ്ഗി, സൊമാറ്റോ അനുബന്ധ സാധനങ്ങൾ ഈ 25 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. 25 കിലോമീറ്ററിൽ ഡെലിവറി ആയിരിക്കും. അത് ഓർഗാനിക് ഫുഡാണ്. അത് ഓർഗാനിക് ഫുഡാണ്. മറ്റത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, നമുക്ക് ആസ് പെർ ദ ഓർഡറാണ്. ഈ റാഡിഷിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ റാഡിഷ് ഓർഗാനിക് എന്നുള്ള പേര് ഇടാൻ കാരണം റാഡിഷ് ഓർഗാനിക് ഫുഡാണ്. അവിടെ ഉപയോഗിക്കുന്ന സാലഡുകളാണെങ്കിലും എല്ലാം ഓർഗാനിക് സെക്ഷനിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഫുഡ് എല്ലാം കഴിക്കാം, പക്ഷേ അത് യഥാർത്ഥമായിട്ട് നമ്മൾ ന്യൂട്രീഷൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ആ ഫുഡ് കഴിക്കാനുള്ളത് പറ്റുള്ളൂ. അത് വൈവിധ്യമാർന്നിട്ടുള്ള ഫുഡ് അതിലുമുണ്ട്, പക്ഷെ ഒരു മലയാളി ടൈപ്പ് ഡയറ്റ് പ്ലാൻ അല്ല അത്. എല്ലാ സമപ്രായക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഡയറ്റ് പ്ലാൻ നമ്മൾ കൊടുത്തിരിക്കും ഇവിടുന്ന്. പിന്നെ ഉള്ളത്, നമ്മൾ ഇത്രയും സംരംഭങ്ങൾ നമ്മൾ വടകരക്കാർക്ക് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വടകരക്കാർ അത്രയും മാത്രം ഭക്ഷണപ്രേമികളാണ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ശരിയായ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ഇവിടെ അത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആവശ്യകത ഉള്ള നാട്ടിൽ ഞങ്ങൾ തന്നെ അത് തുടങ്ങി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരു ക്ഷണിക്കുകയും കൂടി ചെയ്യാണ്. ഈ വെള്ളിയാഴ്ചയിലേക്ക് ഈ പരിസരവാസികളെയും വടകരയുള്ള ജനങ്ങളിലെയും നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ഇത് വടകരക്കാർക്കും പരിസരവാസികൾക്കും തുറന്നു കൊടുക്കുന്നതാണ്. വടകരയിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു വലിയ പ്രൊജക്റ്റ് തുടങ്ങണം എന്ന് ഇവരെ ഡയറക്ടേഴ്സിന് ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയായി വടകര ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഈ പാസ്പോർട്ട് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെയൊക്കെ ഏരിയയിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ ഏകദേശം ഒരു 1.5 കൊല്ലമായി ഇത് എടുത്തിട്ട് ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഈ റാഡിഷ്, ഷവായത്ന, ഈ ബൺ സ്റ്റേഷൻ ഇതൊക്കെ 7ഓളം ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, നാദാപുരം, കോഴിക്കോട് ഒക്കെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വടകര എന്ത് തന്നെയായാലും വടകരക്കൊരു ഒരു മാറ്റം വരണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഈ ഷവായത്ന, ബൊമ്പൻ അരക്കോഫെ തുടങ്ങാൻ ഇവരെ ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. സൺഡേ ആണ് സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞത്. ഇതിൻ്റെ താഴെ മേലെ ഓപ്പൺ ആയിട്ടില്ല, ഫ്രൈഡേ ആണ് മേലെ ഓപ്പൺ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഈ ബർത്ത്ഡേ പരിപാടി, പിന്നെ ഇവന്റുകൾ എല്ലാം ഈ ഒരു ഹാളുണ്ട്, 24 hours ആണ്. വടകര അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നമ്മളിപ്പോൾ ഒഫീഷ്യൽ ഉദ്ഘാടനം എന്നുള്ളതിനാട്ടിലും കൂടുതൽ നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് ആണെന്നും പറയുന്നില്ല. നമ്മൾ ഇത് രണ്ടും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് ഞായറാഴ്ച തുറന്ന നമ്മളുടെ ഷവായത്തിനെയും വെള്ളിയാഴ്ച തുറക്കുന്ന പിന്നെ നമ്മളുടെ മുകളിലുള്ള ബമ്പനാര കഫേയുടെയും കൂടിയിട്ട് ഇതൊരു വടകരയിലൊരു വിപ്ലവം സൃഷ്ടിക്കാനാണ് നമുക്ക് താല്പര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഗാനിക് ഫുഡ്, റാഡിഷ് ഓർഗാനിക് എന്നുള്ള ഫുഡ് നമ്മളുടെ ന്യൂട്രീഷൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം അവരുടെ വ്യക്തികളുടെ കലോറി നോക്കിയിട്ട് നമ്മൾ ഒരു ദിവസത്തിലേക്കുള്ള എല്ലാ ഫുഡും ഒറ്റ തവണ ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റാഡിഷിൻ്റെ ഡെലിവറി പ്ലാന്. അതങ്ങനെ വരുത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഡയറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ സമയനിഷ്ഠത ഉറപ്പ് വരുത്താനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ്. ഇത് പ്ലാന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 15 ദിവസത്തിന് ഏകദേശം ഒരു 8,000 രൂപ എന്ന് പറയാൻ കാര്യം, ഒരു ദിവസം 250 രൂപക്ക് 3 ഫുഡ് കിട്ടുന്ന ഒരു രൂപമാണ് റാഡിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാത് പാക്കിങ്ങും ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിങ്ങും പരിസ്ഥിതിക്ക് ഒരു മലിനീകരണവും ഇല്ലാത്ത പാക്കിംഗ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. അത് ഓർഗാനിക് എന്ന് പറഞ്ഞ അതേ രൂപത്തിലാണ് ഈ ഫുഡും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും അതിൻ്റെ പാക്കിങ്ങും. അത് ഇന്ന് ഡെലിവറി ചെയ്ത അതേ സമയങ്ങളിൽ എല്ലാ ദിവസവും ആഴ്ചയിൽ 6 ദിവസം, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 26 ദിവസം നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 ദിവസങ്ങൾ ഈ ഡയറ്റിന് തന്നെ ഉണ്ട് ഒരു ചീറ്റിംഗ് ഡേ ആണ്. നമ്മളെ തന്നെ ചീറ്റ് ചെയ്യാന്നല്ല അതിൻ്റെ ഉദ്ദേശം, അത് റിക്കവറിൻ്റെ ഭാഗമാണ്. ഇപ്പം എന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഹെൽത്തായിട്ടുള്ള കുറേ റെസിസ്റ്റ് നടക്കില്ല ശരീരത്തിൽ. അപ്പോൾ ആ റെസിസ്റ്റ് നടക്കാനൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം അവധി കൊടുത്തിട്ട് ബാക്കി 6 ദിവസങ്ങളും നമ്മളെ വീട് മുറ്റത്ത് അല്ലെങ്കിൽ വീട്ടു പരിസരത്ത് അല്ലെങ്കിൽ ഓഫീസ് സ്ഥലങ്ങളിൽ, മെയിനായിട്ട് ഫിറ്റ്നസ് സെൻ്ററുകൾ, അവയർനെസ് സെൻ്ററുകളിൽ, ഇവിടെയൊക്കെയാണ് നമ്മൾ ഫുഡ് ടാർഗറ്റ് ചെയ്യുന്നത്. ഫുഡിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഓരോ ഏജിനും പല ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം അതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡുകൾ ആണെങ്കിൽ പോലും അത് വളരെ ഭക്ഷണയോഗ്യമായിട്ട് വളരെ ഓർഗാനിക് രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഓർഗാനിക് എന്ന് ഉദ്ദേശിക്കുന്നത് ലോ കലോറി
അല്ലെങ്കിൽ ഫ്രഷ്ലി ഫ്രം ഫാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നും ചിൽഡ് ഫുഡായിട്ടും അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണ്. അത് എല്ലാ ദിവസവും നിങ്ങളെ വീട് വിട്ടത്ത് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് റാഡിഷിൻ്റെ ഫുഡ് രാവിലെ മുതൽ നമ്മൾ 24/7 എന്നാണ് നമ്മൾ കൊടുത്തത്. 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഷോപ്പാണ് ബൊമ്പനാരോ കഫേ. അപ്പോൾ ഈ കഫേയിലേക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങൾ ഇതിൻ്റെ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അൺലിമിറ്റഡ് ആണ് ആ ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കൂടെ മോർണിംഗ് പത്രവായന, അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് എല്ലാ രൂപത്തിലും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വന്തം വീട്ടിൽ രാവിലെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ് ഇതിനുള്ളത്. അത് റാഡിഷിലൂടെ ആ സാലഡ് ഗ്രീൻ ഫുഡ് കഴിച്ചിട്ട് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് റാഡിഷിൻ്റെ ഒരു വിഷൻ. അപ്പം രാവിലെ വരുന്ന ആ ഒരു ബൊഫറ്റിൽ ഈ പറഞ്ഞ ഓർഗാനിക് ടൈപ്പ് ഡയറ്റ് പ്ലാന്, വാക്കിംഗ് MEX7, അതുപോലെ തന്നെയുള്ള രാവിലെ മോർണിംഗ് വാക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ഹബ്ബായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 24 hours കൂടുതൽ പ്ലാൻ എടുക്കാനുള്ള കാരണങ്ങൾ. നമ്മൾ 10-25 വർഷമായിട്ട് നമ്മളെല്ലാം ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവിടെ അറബ് ആൾക്കാർക്ക് നമ്മൾ 25 വർഷമായിട്ട് ഫുഡ് വിളമ്പുന്നവരാണ് ഇപ്പം ഈ കൊണ്ടുവന്ന എല്ലാ മേഖലകളിലും. അത് വടകരക്കാരെ പ്രിഫർ ചെയ്യാൻ കാരണം സൗഹൃദപരമായിട്ടുള്ള നാട്, ഭക്ഷണപ്രേമികളുടെ നാട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഭക്ഷണ ഹബ്ബ് ഇല്ലാതെ തോന്നിയത് കൊണ്ടായിരിക്കാം എൻ്റെ കൂടെയുള്ള ഡയറക്ടേഴ്സ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനും ആ വിഷൻ നമ്മൾ നേരത്തെ അഫ്സൽക്ക സൂചിപ്പിച്ച പോലെ നമ്മൾ 1.5 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കാനുള്ള കാരണങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ ബൊമ്പനാരോ കോഫി എന്നുള്ളത് ഒരു ഫാൻസി നെയിം ആണെങ്കിൽ പോലും ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ വടകരക്കാരിലുള്ള എല്ലാ ടൈപ്പ് ജനങ്ങൾക്കുമാണ്. ഒഫീഷ്യൽസിന് വരാം, ട്രെൻഡിങ് പിള്ളേർക്ക് വരാം, അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ള ഏത് സമപ്രായക്കാർക്കും പല സെക്ഷനിലും ഇരുന്ന് ഭക്ഷണം ആസ്വദിക്കാനും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. അതാണ് സത്യം. നമ്മളുടെ ട്രെൻഡിങ് ഫുഡാണ് നമ്മളത്. ട്രെൻഡിങ് ഫുഡ് എന്ന് പറയുമ്പോൾ മല്ലുവേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഒരു കേരളേറ്റീഡ് അല്ല. നമ്മളുടെ ഫുഡുകൾ വിവിധ തരം ഭക്ഷണങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ പോലും മലബാറി ടൈപ്പുള്ള മീൽസോ അതുപോലെ തന്നെ അതിനെല്ലാം ഇവിടെ വേറെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അങ്ങനെയാണല്ലോ ഞങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അതാണല്ലോ ശരി അതിൻ്റെ. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കാത്ത കുറച്ച് ഫുഡുകൾ നമ്മൾ ജനങ്ങളിലേക്ക് സെർവ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഫുഡ് എംപയറായി മാറുന്നത്. അല്ല, അറേബ്യൻ മാത്രമല്ല, ഇൻ്റർ കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോണ്ടിനെൻ്റൽ ഫുഡാണ്. പല കോണ്ടിനെൻ്റലിലുള്ള ഫുഡുകളിനെ നമ്മൾ അതിനെ ഒരു മെനുവിലേക്ക്, ഒരു കുടക്കയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ സാറ് മെക്സിക്കൻ ഫുഡ് വരും, തായ് ഫുഡ് വരും, ഇറ്റാലിയൻ ഫുഡ് വരും, സ്പാനിഷ് ഫുഡ് വരും, മല്ലു മിക്സ്, ഇന്ത്യൻ ഫ്യൂഷൻ മെനുകൾ. ഇന്ത്യൻ ഫ്യൂഷൻ മെനുകളിൽ പെട്ടതാണ് നമ്മളുടെ ഇന്തോ ഇറ്റാലിയൻ മെനു. ഒരു ടൈപ്പ് ഓഫ് പാസ്ത ഉണ്ടാവും ഒരു സ്ഥലത്ത് ഉണ്ടാവും നമ്മളുടെ ബട്ടർ ചിക്കനും. അപ്പം മുഗൾ ഫുഡും ഇറ്റാലിയൻ ഫുഡും കോമ്പി അങ്ങനെ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇതിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ ഫുഡ് എന്ന് പറയാൻ നമ്മൾ കാരണം. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രഷ്ലി നമ്മൾ ഒരു സാധനങ്ങളും നമ്മൾ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ കിച്ചൺ സെറ്റപ്പും. പിന്നെ കിച്ചണിലേക്ക് നമ്മൾ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള അതൊരു റെസ്ട്രിക്ഷൻസ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഏത് സമയത്തും കസ്റ്റമേഴ്സിന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷനും കൂടിയിട്ടും നമ്മൾ കിച്ചൺ വിസിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അതാണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി. നമ്മൾ ഒരു ബൊമ്പനാരോ എന്നുള്ള പേരിലുള്ള ഗാംഭീര്യം നമ്മളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോഫി ഷോപ്പാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എന്നാലോ പലതരത്തിലുള്ള ആൾക്കാർക്കും പല ബഡ്ജറ്റും ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമ്മളുടെ ഏറ്റവും ചെറിയ മെനു എന്ന് പറഞ്ഞാൽ 15 രൂപയുടെ ചായ മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങുന്നുണ്ട്. അതിൽ കൂട്ടത്തിൽ ഒരു ബണ്ണ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് 30 രൂപയുടെ ബണ്ണും 15 രൂപയുടെ ചായയും, അല്ലെങ്കിൽ 55 രൂപ അല്ലെങ്കിൽ 50 രൂപ എന്നുള്ള ഏറ്റവും ചെറിയ പാക്സ് മുതൽ ഒരു ഡിഷിന് 500 രൂപയുടെ ഡിഷ് വരെ വരുന്ന ഡിഷസും ഇവിടെ അവൈലബിൾ ആണ്.
അത് ഏത് പ്രായക്കാർക്കും ഏത് പ്രായക്കാർക്കും പറ്റുന്ന ഫുഡുകളും അതിനനുസരിച്ചുള്ള യോഗ്യമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോഫി ഷോപ്പും കൂടിയിട്ടാണ് ബൊമ്പനാരോ കഫേ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ബൊമ്പനാരോ കഫേയുടെ സബ് പാർട്ടിസിപ്പേറ്റഡ് ആണ് ഈ പറഞ്ഞ ബൺ സ്റ്റേഷനും ക്രീം ലെബനും റാഡിഷ് ഓർഗാനിക്കും. ഇതെല്ലാം കൂടിയിട്ട് ഒരു കുടക്കീയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഫുഡ് കോർട്ട് കൺസെപ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതെല്ലാം വരുന്നത് ഒരേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് എന്നുള്ളതാണ് നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ച ഡയറക്ടർമാരുടെ ആവശ്യകത. അങ്ങനെ ആയിരുന്നു. ബൊമ്പനാരോ എന്ന് പറഞ്ഞത് ഒരു ഫാൻസി നെയിം ആണെങ്കിലും ഇതൊരു സ്പാനിഷ് വേർഡാണ്. സ്പാനിഷിൽ അതിന് ഉച്ചാരണം വരുന്നത് മിഠായി പീഡിയ, അല്ലെങ്കിൽ സ്വീറ്റ് ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ഷോപ്പ്, ഇതെല്ലാം കൂടിയിട്ടാണ് ബൊമ്പനാരോയുടെ പേര്. പിന്നെ ഒരു കാലത്തുള്ള പേരുകളൊക്കെ മാറി ഇന്നൊരു ട്രെൻഡിങ് പേരാവണം എന്നുള്ളത് ഡയറക്ടർമാർക്കും നമ്മളെ കൂടെയുള്ള ആൾക്കാർക്കും താല്പര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്യാനുള്ള കാരണം. ഈ ഒരു ഡസ്റ്റ് പാന് 15 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും 25. ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും 99 കൊടുത്താൽ മതി. ഈ ഒരു മഗ്ഗിന് വെറും 10 രൂപ കൊടുത്താൽ മതി. കരയാണൊക്കെ വെറും 65 ഉള്ളൂ. മാറ്റിനൊക്കെ വെറും 25 രൂപ കൊടുത്താൽ മതി. 20 വാൾട്ടിന്റെ ലൂക്കർ ട്യൂബിന് വെറും 99. 9 വാൾട്ടിന്റെ LED ബൾബിന് വെറും 35 ഉള്ളൂ. നമ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത്. 3 പീസ് കണ്ടെയ്നറൊക്കെ വെറും 199 കൊടുത്താൽ മതി. അവർക്ക് 269 ആണെങ്കിൽ ഫ്രൈ പാൻ വെറും 299. ഈ ഒരു ബാത്റൂം ബ്രഷിന് 30 രൂപയുള്ളൂ. 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും 99. 3 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും 2 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും 99. ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും 65 ഉള്ളൂ. അപ്പച്ചട്ടിക്ക് 229. 2 കാസറോളിന് വെറും 575 കൊടുത്താൽ മതി. 10 ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും 1049. സെല്ലോന്റെ പ്ലേറ്റിനൊക്കെ വെറും 55 കൊടുത്താൽ മതി. 23 പീസ് ഡിന്നർ സെറ്റിന് വെറും 1249. 60 രൂപക്കാണ് ജഗ്ഗൊക്കെ കൊടുക്കുന്നത്. 2 ബർണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റ് സ്റ്റോവിനൊക്കെ വെറും 1199 കൊടുത്താൽ മതി.